ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു വൈഫേഴ്സ് വേൾഡ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് കുട്ടൻ്റെ എന്താ പറയുക ക്രിസ്മസിൻ്റെ എക്സാമിൻ്റെ പേപ്പറൊക്കെ നമ്മൾ കളക്ട് ചെയ്യാനും റിപ്പോർട്ട് കാർഡ് മേടിക്കാനൊക്കെ സ്കൂളിലോട്ട് പോകുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം വിചാരിച്ചു അതൊരു വ്ളോഗായിട്ട് നമുക്ക് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ സ്കൂളിൻ്റെ ഗേറ്റൊക്കെ കടന്നകത്തോട്ട് പോവുകയാണേ. അപ്പോൾ ഐഫക്കുട്ടൻ നല്ല എക്സൈറ്റ്മെൻറ്റില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ എക്സാം എഴുതാനും അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതും. അവൾക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഡിക്റ്റേഷൻസൊക്കെ ഡെയിലി ഇടുന്നതും അതൊക്കെ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റും ഒരു താല്പര്യമൊക്കെ ഉള്ള ആളാണ് കേട്ടോ. എൻ്റെ മോൻ പക്ഷേ അങ്ങനല്ല, അവന് അതിനോടൊന്നും വലിയ താല്പര്യമില്ല. പക്ഷേ എന്നിരുന്നാലും പല കുഞ്ഞുങ്ങളും പല പല മൈൻഡ് സെറ്റും പല പല കഴിവുകളും ഒക്കെ ആയതുകൊണ്ട് ആയിരിക്കാം അങ്ങനെ, മേ ബി അങ്ങനെ ഇവർ രണ്ടുപേരും ഇങ്ങനെ 4 പേരും നല്ല തുള്ളിച്ചാടിയൊക്കെ പേപ്പറൊക്കെ വാങ്ങിക്കാനൊക്കെ പോവുകയാണ് കേട്ടോ. പക്ഷേ എന്നാൽ ഐഫക്കുട്ടന് നേരത്തെ എൻ്റെ അടുത്തൊരു മുൻകൂർ ജാമ്യമൊക്കെ എടുത്തിട്ടുണ്ട്. കാരണം മലയാളം കുറച്ച് ടഫെന്നല്ല, അവൾ എഴുതിയ കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്സൊക്കെ വന്നിട്ടുണ്ട് അമ്മ എന്നൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നല്ല കോമഡി സീൻസൊക്കെ ഉണ്ട് കേട്ടോ. ഞാനത് എക്സ്പെക്റ്റ് ചെയ്ത് തന്നെ പോകുന്നതും, കാരണം എല്ലാ പ്രാവശ്യവും ഫുള്ളും ഉണ്ട്. അപ്പോൾ അങ്ങനെ മേടിച്ച് ഈ ഒരു വട്ടത്തെ എക്സാം കുറച്ച് ടഫാക്കിയതും അതുകൊണ്ടൊക്കെയാണ് കുറച്ച് ടഫൊക്കെ ആക്കി ചെയ്തതായിരിക്കും എന്തോ. അവൾ വന്നപ്പോഴേ പറഞ്ഞു കുറച്ച് പാടായിരുന്നു എന്ന്. എല്ലാം അല്ല, കുറച്ച്. അങ്ങനെ ഞാനെന്തോലും കുറച്ചൊക്കെ ഇവളുടെ ഒരു എനിക്കറിയാം അവൾ ഈ തോൽവികളൊന്നും ഏറ്റുവാങ്ങുന്ന ഒരു കൂട്ടത്തിലല്ല. അപ്പം എന്തെങ്കിലും ചെറിയൊരു മാർക്കിൻ്റെ വേരിയേഷൻസൊക്കെ ഉണ്ടെങ്കിലും അവളത് അക്സെപ്റ്റ് ചെയ്യാനോ ഒന്നും തയ്യാറാവുന്നൊരു മൈൻഡല്ല. അങ്ങനെ നമ്മൾ അതിൻ്റെ ഹാളിലോട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവിടെ മുകളിലായിരുന്നു മീറ്റിങ്ങൊക്കെ ഏകദേശം ഒരു വൈൻഡപ്പ് ചെയ്യാറൊക്കെ ആയപ്പോഴാണ് നമ്മൾ എത്തിയത് കേട്ടോ. ഈ മീറ്റിങ്ങൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇത് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഓരോ ക്ലാസ്, അതായത് ഓരോ ഹൗസ് കളേഴ്സിനെ ഓരോരോ ക്ലാസ്സിൽ അറേഞ്ച് ചെയ്തേക്കാണ്. അപ്പം ഐഫക്കുട്ടൻ്റെ യെല്ലോ ഇരിക്കുന്ന ക്ലാസ്സിലോട്ട് പോവാണ് കേട്ടോ. ഐഫയ്ക്ക് പിന്നെ ചെറിയ ടെൻഷനുണ്ട്. മിസ്സുമാർ പിന്നെ ഓരോരോ കുഞ്ഞുങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു. അങ്ങനെ ഫൈനലി ഐഫക്കുട്ടൻ്റെ പേപ്പർ നമുക്ക് കിട്ടി. അങ്ങനെ കുറേ കുഴപ്പമില്ല, കുറേയൊക്കെ ഫുള്ളുണ്ട്. പക്ഷേ ആദ്യമായിട്ട് ഐഫക്കുട്ടനെ സ്കൂളിൽ ചേർത്തത് പിന്നെ ഫസ്റ്റ് ടൈമാണ് ഐഫക്കുട്ടന് 1 മാർക്കെങ്കിലും കുറയുന്നത്. അപ്പം നമ്മുടെ ഹിന്ദിക്ക് ഒരു 1/2 മാർക്ക് കുറഞ്ഞു. അത് പിന്നെ അവൾ അങ്ങ് ക്ഷമിച്ചു. പക്ഷേ വിഷയം അവിടെ അല്ല. അപ്പോഴേ അവളുടെ മുഖം ഒരുമാതിരി അങ്ങ് ആയി. സോറി ഗൈസ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ബാക്കിയെല്ലാം ഫുള്ളാണ്. പക്ഷേ നമ്മുടെ മലയാളം ചതിച്ചു കേട്ടോ. മലയാളം അവൾ നേരത്തെ പറഞ്ഞിട്ട് പോയതാണ് മലയാളത്തിന് കുറച്ച് മാർക്ക് കുറയുന്നു. 47 ഭയങ്കരമായിട്ട് ഷോക്കിംഗ് ആയിപ്പോയി. അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റൊക്കെ നമുക്ക് കാണാം കേട്ടോ. നല്ല കോമഡിയാണ്, നല്ല രസമാണ്. പക്ഷേ ഞാൻ കുറച്ച് ടെൻഷനൊക്കെ ആയി. കാരണം അവൾ ഭയങ്കര സങ്കടമാണ്. അങ്ങനെയൊക്കെ കണ്ടില്ല കരയുന്നത്, ഭയങ്കര കരച്ചിലായിരുന്നു. ഞാൻ ഒരുപാട് സമാധാനിപ്പിക്കാനൊക്കെ നോക്കി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പിന്നെ ഇക്കായെ വിളിച്ചിട്ട് ഇതുപോലെ പറഞ്ഞ് ഇവളെ ഭയങ്കര വയലൻ്റാണ്. നല്ല കരച്ചിലായിരുന്നു കേട്ടോ. അങ്ങനെ നൈഫയുടെ ഫ്രണ്ട്സൊക്കെ നൈഫയെ സമാധാനിപ്പിക്കാൻ, സാരമില്ല നൈഫ, എല്ലാവർക്കും ഇതുപോലെ തന്നെ നൈഫ, നിനക്ക് ഇത്രയൊക്കെ കിട്ടിയില്ല നൈഫ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ ഒരുപാട് സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്തു. പിന്നെ നമ്മൾ പേപ്പർ വീണ്ടും എടുത്ത്, അതായത് ഇംഗ്ലീഷിൻ്റെ പേപ്പർ മിസ്സ് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് തന്നത്. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇംഗ്ലീഷിനാണ് കൂടുതൽ അവർ കുറച്ചുകൂടി ഒരു പ്രയോറിറ്റി കൊടുത്തത്. അപ്പം ഇംഗ്ലീഷിൻ്റെ മാർക്ക് വന്നപ്പോൾ അത് ഫുള്ളുണ്ട്. പക്ഷെ അതൊന്നും അവൾ തയ്യാറാവത്തില്ല. അവളുടെ 47 മാർക്കാണ് വിഷയം. അപ്പം അങ്ങനെ അതിനെപ്പറ്റി ഭയങ്കര ബഹളവും വഴക്കും ഒക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഐഫക്കുട്ടൻ പറഞ്ഞ അമ്മ പേപ്പർ പിന്നെയും കാണണം. അങ്ങനെ ഐഫക്കുട്ടന് വീണ്ടും ആ പേപ്പറൊക്കെ ഒന്ന് കാണിച്ചു. അവളത് ഫുള്ളും ഇരുന്ന് നോക്കുകയും എടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ റിപ്പോർട്ട് കാർഡൊക്കെ തന്നു കേട്ടോ. പിന്നെ അതിൻ്റെ പുറകിലായി. അങ്ങനെ റിപ്പോർട്ട് കാർഡിലാണെങ്കിലും എല്ലാത്തിനും ഔട്ട്സ്റ്റാൻഡിങ് വന്നിട്ട് ലാസ്റ്റ് വന്നപ്പം അവിടെ ഒരു എക്സലൻറ്റും അവിടെ ഒരു ബിയും ഒക്കെ കണ്ടു. അപ്പോൾ ഇതിന് വീണ്ടും ആൾ വയലൻ്റ് ആവാൻ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല കുഴപ്പമില്ല, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. അതും പുള്ളിക്കാരിക്ക് അങ്ങോട്ട് ദഹിച്ചിട്ടില്ല. എല്ലാം നോക്കുക, ഭയങ്കര ഒരു ദേഷ്യപ്പെട്ട മൈൻഡിലൊക്കെ ഇരിക്കുക ആൾ. ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ എന്നെ വഴക്ക് പറയുക. പിന്നെ നമ്മൾ ഐഫക്കുട്ടൻ്റെ പ്രോഗ്രസ് കാർഡൊക്കെ കിട്ടി. നമ്മളത് സൈനൊക്കെ ചെയ്ത് കൊടുത്തു. അങ്ങനെ ഐഫയുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് ഇങ്ങനെ കളിപ്പിച്ച് കുറച്ച് നേരം നല്ലപോലെ ഹാപ്പിയൊക്കെ ആക്കി. അവരെല്ലാവരും നല്ല കമ്പനിയൊക്കെ ആയി. പിന്നെ അവൾ ആ ഒരു ഇതിലങ്ങ് വിട്ടു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് അമ്മ എന്നാലും, കാരണം ഇവളെ ചേർത്തിട്ട് ഫസ്റ്റ് ടൈമാണ് കേട്ടോ.
ഇത്രയും 2-3 മാർക്കൊക്കെ പോകുന്നത്. മറ്റേത് ഫുള്ളാണ്. അങ്ങനെ എന്താ പറയുക, അങ്ങനെ നമ്മൾ തിരിച്ച് ഇറങ്ങാനായിട്ട് പോവാണ് കേട്ടോ. ഇറങ്ങാനായിട്ട് പോവാനെ കൊണ്ട് നമ്മൾ പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ ഫൈനലി വന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിനായിട്ടുള്ള നമ്മുടെ എന്താ പറയുക കുട്ടികളുടെ ഏറ്റവും പ്രിയപ്പെട്ട പാർക്കിലേക്കാണ് കേട്ടോ. അങ്ങനെ അവിടെ വന്ന് കുറച്ചൊക്കെ കളിക്കുകയൊക്കെ ചെയ്തു കുറേ നേരം. എന്നിരുന്നാലും പുള്ളിക്കാരുടെ മൈൻഡൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എന്താ പറയുക പേപ്പറിലോട്ടൊക്കെ ആയിരുന്നു. അങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. നല്ല വെയിലൊക്കെ ആയിരുന്നു. അങ്ങനെ ഇവരെ വിളിച്ചുകൊണ്ട് വീട്ടിൽ പോകാമെന്ന് വെച്ചാൽ അവർ വരത്തില്ല, ഭയങ്കര കളിയാണ്. അങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് കുറേ നേരം നമുക്കതൊക്കെ കാണാം കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മളവിടെ ഒരു പാലയുണ്ട്, നല്ല രസം. അതിനകത്ത് നിന്ന് കുറേ പൂവൊക്കെ കൊഴിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പറക്കിയൊക്കെ അവിടെ കളിയൊക്കെ നടക്കുമായിരുന്നു ഐഫക്കുട്ടനും ശിവായും എല്ലാം. അങ്ങനെ അതൊക്കെ കളിച്ച് കുറച്ച് നേരം സ്കൂളിൽ തന്നെ നിൽക്കുമായിരുന്നു. പിന്നെ എല്ലാവരോടും എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, ഈ വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണണേ കേട്ടോ. ആരും സ്കിപ്പ് ചെയ്ത് കാണരുത് കേട്ടോ. നമ്മൾ ഇത്രയും നേരം എഫേർട്ട് എടുത്ത് ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മുടെ എന്താ പറയുക, ഇന്നത്തെ ഒരു സ്കൂളിലത്തെ പ്രോഗ്രസ്സിൻ്റെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു. അങ്ങനെ നമ്മൾ തിരിച്ച് എന്താ പറയുന്നത് പോകാനായിട്ട് നമ്മളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അവിടെ നിൽപ്പുണ്ട്, വെയിറ്റിംഗ് ഏരിയയിൽ നിൽപ്പുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരോട് ഓടിപ്പോയിട്ടുണ്ട് കേട്ടോ. ഐഫയ്ക്ക് എന്നാലും ടെൻഷനാണ്. ഐഫ കൂടെ പറയുന്നുണ്ട് അത്ത വഴക്ക് പറയുമോ. അത്ത അതൊന്നും മൈൻഡ് പോലും ചെയ്യാറില്ല. പക്ഷെ എന്നിരുന്നാലും അവൾക്കൊരു പേടി എന്നല്ലൊരു വിഷമോ ഭയങ്കര. അങ്ങനെ നമ്മൾ അത്താടെ കൂടെ ഇങ്ങനെ പോവാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ ഗേറ്റിന് വെളിയിലോട്ട് പോവുകയാണേ. അപ്പോൾ നമ്മുടെ വണ്ടി അവിടെ ഇരിപ്പുണ്ട്, നമ്മളിങ്ങനെ പോവുകയാണ്. അങ്ങനെ വെളിയിലൊക്കെ വന്നിട്ട് ഞാൻ പേപ്പറൊക്കെ എന്ത് ചെയ്തു, ഇക്കാടെ കയ്യിലോട്ട് കൊടുത്തു. അപ്പോൾ വിചാരിച്ചു ഇക്ക ഒന്ന് കാണട്ടെ. അങ്ങനെയൊക്കെ പേപ്പറൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകണം കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ.